പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ വളരെ ഗൗരവതരമായ കുറേ ദൈവിക ഇടപെടലുകൾ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കായിരുന്നു. ദൈവികമായ കുറേ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സന്നിധാനത്തിലാണ് എൻ്റെ മക്കൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ കൃത്യമാക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധനയ്ക്ക് അണയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വി ആർ അപ്രോച്ചിങ് എ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്. ഒരു വ്യക്തിയെയാണ് നമ്മൾ സമീപിക്കുന്നത്. ആൻഡ് വി ബിലീവ് ഇൻ എ പേഴ്സൺ. നമ്മൾ വിശ്വസിക്കുന്ന ആരിലാണ്? ഒരു വ്യക്തിയിലാണ്. എപ്പോഴും ദൈവതിരുസന്നിധി വരുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിൽ കരുതണം, വി ആർ നോട്ട് എ കൺഫ്രണ്ടിങ് എ ഫിനോമിന. നമ്മളൊരു പ്രതിഭാസത്തെ അല്ല അഭിമുഖീകരിക്കുന്നത്. പിന്നെ ആരെയാണ്? എ പേഴ്സൺ, ഒരു വ്യക്തിയെയാണ്. അതാണ് നമുക്ക് സന്തോഷം. ശരിക്കാം, യേശു എന്ന ഒരു വ്യക്തിയെ, ഇപ്പം എൻ്റെ കൂടെ, നമ്മുടെ കൂടെ ആരാധന കൂടുന്ന ഈ ലോകത്ത് അനേക രാജ്യങ്ങളിൽ അനേകം മക്കളുണ്ട്. അവരെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്തുതിയുടെ ഹല്ലേലൂയ കനിവാർന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛൻ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ്? ഒരു വ്യക്തിയാണ്. ഈശോ എന്ന വ്യക്തിയെയാണ്. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മൾക്ക് പകരക്കാരനായി പരിഹാരം ചെയ്ത് നിത്യ മരണത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത് നമ്മുടെ വില കൊടുത്ത് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാകും തോറും അതിന് ആനുപാതികമായിട്ടായിരിക്കും അനുഭവം ഉണ്ടാകണത്. അച്ഛൻ എപ്പോഴും ലളിതമായി സംസാരിക്കണം. എന്താണെന്ന് അറിയാമോ? ചില സമയത്ത് ഒത്തിരി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ പ്രസംഗം ചിലപ്പോൾ ബോറാവും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോക്കസ് ചെയ്യണത് ഒന്നും പഠിക്കാത്ത ആൾക്കാരെയാണ്. വലുതായിട്ടൊന്നും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പഠിക്കാൻ ഒത്തിട്ടില്ല. അവരെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് വളരെ ലളിതമായി പോണത്. പക്ഷേ മുതിർന്നവർ ശ്രദ്ധിക്കുക, ലളിതമാണെങ്കിലും നിങ്ങൾക്കും കൂടി അത് ഈസിയായിട്ട് മനസ്സിലാകും. എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ വിശ്വാസത്തിൻ്റെ അനുപാതത്തിലാണ് നമ്മൾക്ക് അനുഭവം ഉണ്ടാകണത്. അതുകൊണ്ട് ഞാൻ വിശ്വാസം എപ്പോഴും എന്തു ചെയ്യും? വ്യക്തമാക്കാൻ നോക്കും. നമ്മൾ എന്തിലാണ് വിശ്വസിക്കണത്? ആരിലാണ് വിശ്വസിക്കണത്? വിശ്വസിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും? ഇപ്പോൾ ഏത് കാലാവസ്ഥയിൽ എങ്ങനെ വിശ്വസിക്കണം? ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മളെ കേട്ടില്ലേ? ആരാ പറഞ്ഞ? അഞ്ചു എൻ്റെ ഒരു സാക്ഷ്യം. അഞ്ചു കോട്ടയം സഹോദരി എന്നാ പറഞ്ഞത്? ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന അപ്പച്ചൻ അല്ലേ? അതല്ലേ അത്? വെന്റിലേറ്ററിലെ അപ്പച്ചനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനാണ്. പക്ഷെ അഞ്ചിനത് കേട്ടപ്പോഴൊരു സങ്കടം തോന്നി.
സങ്കടം തോന്നിയതല്ല. അഞ്ജുവിന് അതൊരു ദൈവവേളിയാണ്. ആ വ്യക്തിയെ സുഖപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ദൈവവേളി കൈമാറി കൊടുത്തതാണ്. അതുകൊണ്ട് നീ ചെന്ന് സംസാരിച്ചാൽ നിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അപ്പനെ സുഖപ്പെടുത്തും. അതാണ് വിഷയം. അപ്പോഴതിൻ്റെ അകത്ത് ഒരു മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, എപ്പോഴും ഓർക്കുക, നിങ്ങളെ കൃപാസനത്തിലെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്താ? ഇതിൻ്റെ ചവിട്ടിക്കഴിഞ്ഞാൽ മിഷണറി ആയിപ്പോവും. ഇല്ലേ അല്ലേ? ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈശോനെ അറിയാത്തവരെ അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തും. അപ്പോൾ ആഴപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് മനോഭാവത്തോടെയാണ് ആഴപ്പെടുത്തണമെന്ന് എൻ്റെ മക്കൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം. എന്താണെന്ന് ഉടമ്പടി എടുത്തല്ലോ, ഇനി പത്രം കൊടുക്കേണ്ടി വരുമായിരിക്കും, വേരും കൊണ്ട് നടന്ന് കൊടുക്കാം, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ആ സ്നേഹം കുറഞ്ഞു പോകും. കാര്യം എന്താ? നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയാണിത് ചെയ്യണത്, അല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ഒരു തത്വസംഹിതയ്ക്ക് വേണ്ടിയല്ല നമ്മളത് ചെയ്യണത്. വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ പേഴ്സൺ ആൻഡ് ഫോർ ഹിസ് ഗ്ലോറിഫിക്കേഷൻ. നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടിയാണത് ചെയ്യണത്. വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ അങ്ങനെ പഠിച്ചത്. കുഞ്ഞുനാളിലെ ഈശോ, ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പള്ളിയിൽ പോണത്. അപ്പോൾ ആദ്യ കുർബാന കഴിയണ മൂത്തച്ഛൻ രോഗികൾക്ക് കുർബാന കൊടുക്കാൻ വേണ്ടി വസ്തിയും എടുത്ത് കുടയും പിടിച്ചുകൊണ്ട് പോകും. അച്ഛൻ കുടയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കുർബാന കയ്യിലുണ്ടെന്നതിൻ്റെ അർത്ഥം. സ്റ്റോളിട്ട് കുടയും പിടിച്ചുകൊണ്ട് പോകും. അപ്പോഴേ അകലെ കൂടിയാണ് അപ്പോൾ അച്ഛൻ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഏതെങ്കിലും വഴിയിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകത്തില്ലേ ഓരോ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടില്ല, ഓ അച്ഛൻ എൻ്റെ വഴി കൂടിയല്ലല്ല വരുന്നത്, അച്ഛൻ വേറെ വഴി കൂടിയല്ലേ അവിടെ വീട്ടിൽ പോണത്, അതിന് എനിക്കെന്നാ കുഴപ്പം, ഞാനിവിടെ നിന്നാൽ പോരെ എന്നാ സാധാരണ വിചാരിക്കണത്. ഓ അച്ഛൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോയത് വലിയ ഭാഗ്യമായി പോയി, അല്ലെങ്കിൽ മുട്ട നിൽക്കേണ്ടി വന്നേരം. അപ്പോൾ അച്ഛനിപ്പോൾ എതിരെ വരുന്ന അച്ഛൻ ഇടത്തോട്ട് എടുത്തിട്ട് കിഴക്കോട്ട് പോയാലും സത്യം പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് മുട്ടയെന്ന് പോകുമായിരുന്നു. എൻ്റെ വഴിയിലല്ല ഈശോ പോകണമെങ്കിൽ പോലും അറിയാണ്ട് മുട്ട നിൽക്കും അച്ഛൻ പോണവരെ. അതൊക്കെ ഈശോ കണ്ടിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊക്കെ ചെയ്യണത് ഈശോ കണ്ടിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കും, അമ്മ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടായിരുന്നു, ഇങ്ങനെ കുറേ കട്ടായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷെ വി ആർ ലവിങ് എ പേഴ്സൺ. നമ്മൾ ഒരു വ്യക്തിയെയാണ് സ്നേഹിക്കണത്. അപ്പം നിങ്ങൾ പ്രേക്ഷിത വരെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ ഈശോനെ അറിയാത്തവരൊക്കെ അറിയണം, അറിഞ്ഞവരൊക്കെ അതിൽ ആഴപ്പെടണം. കർത്താവേ, ഈ കാലത്ത് അങ്ങേ അറിയിക്കാനും എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു എന്ന് പറയണം. എന്ന് പറഞ്ഞേ, കർത്താവേ ഇക്കാലത്ത് അങ്ങേ അറിയാനും അറിയിക്കാനും എന്നെ പ്രത്യേകം വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തുതിയുടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അഞ്ജുൻ്റെ ഹസ്ബൻഡ് എന്നാ പറഞ്ഞത്? എടി ഇത് നീ എന്നാ മണ്ടത്തട കാണിക്കണേ, വല്ല പനിയോ വല്ലതൊക്കെ ആണെങ്കിൽ മാതാവിന് സുഖപ്പെടുത്താൻ പറ്റും, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് എന്നാ കാണിക്കാനാണ്? മനസ്സിലായി? ആ വിശ്വാസത്തിൻ്റെ ഒരു രീതി കണ്ടില്ലേ? നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ വൈഫിൻ്റെ കൂടെ വരത്തില്ലല്ലോ. പക്ഷേ എന്നാലും ആ വിശ്വാസത്തിൻ്റെ ഒരു രീതി കണ്ടില്ലേ? അവൾ അങ്ങനെ എന്താ ചോദിക്കണത്? എടി വല്ല പനിയോ വല്ലതുമൊക്കെ ആണെങ്കിൽ മാതാവിന്, അപ്പോൾ മാതാവിന് വിശ്വാസമുണ്ട്, പക്ഷേ ഗ്രാവിറ്റി കുറവാണ്. ഇനി വല്ല പനിയോ വല്ലതൊക്കെ ആണെങ്കിൽ മാതാവിന് സുഖപ്പെടുത്താൻ പറ്റും, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടി എന്നാ കാണിക്കാനാണ്? അപ്പം വിശ്വാസമുണ്ട്, പക്ഷേ വെന്റിലേറ്ററിൽ കിടത്തുന്ന രോഗീനെ സുഖപ്പെടുത്തുന്ന വിശ്വാസം ഉണ്ടാകാം, നമുക്ക് പനിയെ മാറ്റണ വിശ്വാസം ഉണ്ടാകാം. രണ്ടും വിശ്വാസമാണ്.
അഞ്ജുവിൻ്റെ ഹസ്ബൻഡിനുള്ളതും വിശ്വാസമാണ്, അഞ്ജുവിനുള്ളതും വിശ്വാസമാണ്. കണ്ടില്ലേ? ആ വിശ്വാസത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയണത് വിശ്വാസം പോലെ തന്നെയാണ്. വിശ്വാസ ലെവലൊരു പ്രശ്നമാണ്, ഇല്ലേ? വിശ്വാസത്തിൻ്റെ പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ ലെവല്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഒരു പനിയെ മാറ്റാനുള്ള വിശ്വാസമുണ്ടാകും, ചിലർക്ക് ക്യാൻസർ മാറ്റിക്കാനുള്ള വിശ്വാസമുണ്ടാകും. വിശ്വാസമാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രാവിറ്റി ഈ നമ്മൾ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യത്തില്ലേ, ദൈവ തിരുസന്നിധിയിൽ ഇതിനൊക്കെ ഞാൻ പ്രോജക്റ്റ് എന്നാണ് വിളിക്കണത്. അത് എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ്, ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നീതു ഗോപാൽ അല്ലേ, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ കുഞ്ഞെന്താ പറഞ്ഞത്? അതായത് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി. നിങ്ങൾ സാക്ഷി ശ്രദ്ധിക്കണില്ലേ? അതായത് അവർ വളരെ കാതലായ ചില ആത്മീയ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പല പ്രതിസന്ധികളെയാണ് അവർ നറേറ്റ് ചെയ്യണത്. എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല. എന്തുകൊണ്ടാണ് പ്രതീക്ഷയില്ലാതെ വന്നത്? അടിക്കടിയുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് അവർ പറയുന്നു. ഒന്ന്, എൻ്റെ അപ്പൻ ആകസ്മികമായി മരിച്ചു. അതിൻ്റെ ഷോക്കിൽ എൻ്റെ ചേച്ചി മെൻ്റൽ ടെൻഷന് മരുന്ന് കഴിച്ചു. അതിൻ്റെ ഫലമായി അവരുടെ കുടുംബജീവിതം തകർന്നു. അവർ വീട്ടിൽ വന്നു, പക്ഷേ വീട്ടിൽ മുറിയുടെ അടച്ച് അതിനകത്ത് കയറി ഇരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വൺ ബൈ വണ്ണായിട്ട് ആ മോള് പറയണത്. ശരിക്കും ആ സാക്ഷ്യം തീരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ചേച്ചി ചിരിക്കുന്നു, ചേച്ചി പുറത്ത് വരുന്നു, അല്ലേ? അവളോട് അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞ പോലെ അവളെ എവിടെ കല്യാണം കഴിച്ച് പോകുമെന്നും പറയുന്നു. അതിൻ്റെ ഡേറ്റ്, ടൈം, ഇങ്ങനെ എല്ലാം ഇങ്ങനെ ക്രമീകരിക്കുകയാണ്. ഒരു പക്ഷേ ബൈബിളിലുള്ളതിനേക്കാളും വളരെ വിചിത്രമായിട്ടുള്ള സാക്ഷ്യങ്ങളാണത്. ഈ ടൈപ്പ് സാക്ഷ്യങ്ങൾ ബൈബിളിലില്ല. നമ്മളത് കേട്ടതല്ലേ? ഈ ടൈപ്പ് സാക്ഷ്യങ്ങൾ ബൈബിളിലില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അക്രൈസ്തവ സഹോദരി ഇത് പറയുമ്പോഴാണ് നമ്മൾ വിസ്മയിക്കുന്നത് ശരിക്കും. എന്നിട്ട് ദൈവം അവൾക്ക് കയ്യേൽപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ജീവിത പങ്കാളിയിലേക്ക് പോലും ആ വിശ്വാസത്തിൻ്റെ ഊർജം സഞ്ചരിച്ചെത്തുകയാണ് ശരിക്കും, അല്ലേ? അപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമുക്ക് വിശ്വാസമുണ്ടാകാം. ഇത് പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളുടെ പ്രത്യാശ നമുക്ക് കുറഞ്ഞു പോകും. എപ്പോഴാണ് കുറഞ്ഞു പോണത്? അടിക്കടി ട്രബിൾസ് ഉണ്ടാകുമ്പോൾ. ഒന്ന് അപ്പൻ്റെ മരണം, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് തകർച്ചയാകാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ കടക്കാരെ തോന്നിയ മാസം തന്തക്കും തള്ളക്കുമൊക്കെ വിളിക്കുമ്പോൾ നമ്മളുടെ നില വിട്ടുപോകും, ഇല്ലേ? നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ കടക്കാരെ തോന്നിയ മാസം വിളിച്ച് വരുമ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ കേൾക്കാത്തൊക്കെ കേൾക്കുമ്പോഴേ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നില പോകും. ഒരു പക്ഷേ ആ ഒരു അവസ്ഥയാണ് നിൻ്റേതെന്ന് വിചാരിച്ചോ? ഇതിൻ്റെ സാക്ഷ്യം അവസാനിക്കുമ്പോഴേ എല്ലാം ദൈവം ക്രമപ്പെടുത്തുന്ന കാണാം. എവരിത്തിങ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, നീതു ഇവിടെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരും. അവൾ വന്നില്ല, അമ്മയാണ്. ആ സ്റ്റോറിയിൽ വരണ എന്താണ്? അമ്മയാണ് വന്നത്. അമ്മ ഉടമ്പടി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാതാവ് അവളെ തൊട്ട്, നിനക്ക് പ്രതീക്ഷയില്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് നിനക്ക് ആ പ്രതീക്ഷയില്ലാത്തത്, പക്ഷെ ഉടമ്പടി നിൻ്റെ പേരിലെടുക്കാൻ പറഞ്ഞു. ഉടമ്പടി ചെയ്യുമ്പോൾ ആരുടമ്പടി എടുക്കുന്നു എന്നുള്ളത് ദൈവവും വ്യക്തിയുമായിട്ടല്ലേ. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളാരാണ്? നമ്മൾ ഒരു വ്യക്തിയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റായിട്ടാണ് വരുന്നത് ഉടമ്പടി. അതുകൊണ്ട് ദൈവം നീതി വഴിയാണ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന. കാരണം പറഞ്ഞ് നീ ഉടമ്പടി ചെയ്തോളാം പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ പേരിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു.
എൻ്റെ പേരിൽ ചെയ്തോളാം. ചെയ്തിട്ടുള്ള പറയണത് ഞാൻ അതിൻ്റെ അനുഷ്ഠാനക്രമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും. ഉടമ്പടിയുടെ കാര്യങ്ങൾ വലിയ അനുഷ്ഠാനക്രമങ്ങളൊന്നുമില്ല. ഒരു ശരാശരി ദൈവ പൈതലിന് ചെയ്യാവുന്ന അനുഷ്ഠാനക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പാലിക്കുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉപവിപ്രവർത്തനങ്ങൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഉപവിപ്രവർത്തനം, അതിൻ്റെ പാപം ഉപേക്ഷിക്കുന്നത്, അതുമെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പാപം ഉപേക്ഷിക്കുന്നതിലാണ് ഇതിനകത്ത് കൂടുതൽ റിസ്ക് ഉള്ളത്, ഇല്ലേ? അതിന് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ ഉടമ്പടിയുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുള്ളത് കാരണം നമ്മൾ ശരിക്കും മൽപ്പിടുത്തം നടത്താൻ പോണത് എവിടെയാണ്? പാപവുമായിട്ടായിരിക്കും മൽപ്പിടുത്തം പ്രത്യേകിച്ച് ശീലങ്ങളില്ലേ. ഇപ്പം ശീലങ്ങളുടെ ഇപ്പോൾ ചിലർ സ്വയം ഭോഗം ചെയ്യുന്നവർ ചിലപ്പോൾ ശീലമായി പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുകവലിക്കാർ. നിങ്ങൾ പേടിക്കരുത്, അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങൾ പേടിക്കരുത്, ഒന്നും പേടിക്കരുത്. ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകരുത്. ദൈവം നീ ഇങ്ങനെ ഓരോ പാപം ചെയ്യുന്നുണ്ടോയെന്നും പറഞ്ഞ് പുറകെ നടക്കണ മനോരോഗ്യമൊന്നുമല്ല. ദൈവത്തെക്കുറിച്ച് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ച് നിനക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം. ദൈവം നിന്നെ സന്ധിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും നടക്കണ, നിനക്ക് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിച്ച നിൻ്റെ സ്നേഹദൈവമാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തോട് ഇപ്പം ഇനി ഉടമ്പടി ഒന്നും പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒന്നും ഉടമ്പടി മുടങ്ങിപ്പോയി. എൻ്റെ മക്കൾ ഒരു മനസ്താപകരണം ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കണം, വേദനിക്കരുത്. അല്ലാതെ ദൈവത്തെ കള്ളയും പോലീസും കളിച്ചിട്ട് കാര്യമില്ല. ഒരു മനസ്താപകരണം ചെയ്യലേ, അറിയാമോ മനസ്താപകരണം? ഇല്ലെങ്കിൽ ചോദിച്ച് നല്ല സൂപ്പർ പ്രയറാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ ചെല്ലണ പ്രാർത്ഥനയാണ്. സ്വർഗസ്നായതിൻ്റെ ഒപ്പം തന്നെ ചെല്ലും. എന്താണ് എനിക്കത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ ദൈവമേ, ഒന്ന് പറഞ്ഞേ, ഏറ്റവും നല്ലവനും ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളുടെ വെറുപ്പ് നമുക്കെപ്പോഴും ഉണ്ടാകണം. മനുഷ്യന്മാരോടും പാപികളെ വെറുക്കരുത്, പക്ഷെ പാപങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കണം. ഒരു പാപത്തെ ചിലപ്പോൾ ബെർണാഡ് പുണ്യാളനൊക്കെ 20 കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണ് മുൻകോപം ഒതുക്കിയത്. അല്ലാതെ 2 ദിവസമല്ലേ, 20 കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണ്, തന്നോട് തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനൊരു പ്രസക്തമായ കാര്യമല്ല. വെദർ വി ഹാവ് ട്രൈഡ് ഓർ നോട്ട്, നമ്മൾ ട്രൈ ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. വിജയിച്ചാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ടല്ലേ വിജയിക്കണത്, ഇല്ലേ? നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിൽ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ദൈവസഹായം കൊണ്ടാണ്. അപ്പോൾ ദൈവം നോക്കുന്നത് വെദർ വി ഹാവ് ട്രൈഡ് ഓർ നോട്ട്, നമ്മൾ അതിൽ ട്രൈ ചെയ്തോ. ഇപ്പോൾ നുണ പറയുന്ന ശീലം നിനക്കുണ്ട്. അപ്പം നീ ഒരു തീരുമാനമെടുത്ത്, എന്താണ്? ഞാൻ എൻ്റെ ജന്മം വരെ ഇനി നുണ പറയത്തില്ല. വേണ്ട, അത്രയും തീരുമാനിക്കേണ്ട. അടുത്ത 1 മണിക്കൂറിൽ ഞാൻ, അത്രയേ ഉള്ളൂ, അടുത്ത 1 മണിക്കൂറിൽ ഞാൻ ഉടമ്പടി പ്രമാണിച്ച് വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഞാൻ അടുത്ത 1 മണിക്കൂറിൽ ഞാൻ എൻ്റെ നാവ് വ്യാജത്തിനായി ഉപയോഗിക്കത്തില്ല. ദാറ്റ്സ് ഔട്ട് ഓഫ് ലവ്. എന്നിട്ട് ഈശോയുടെ കണക്ക് പുസ്തകത്തിൽ നീ വരവ് വെക്കണം. ഈശോ, ഞാനിങ്ങനെയൊക്കെ മസിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെയൊക്കെ നിൻ്റെ സഹായം, ഇല്ലേ? 1 മണിക്കൂർ ഞാൻ വിശുദ്ധി പാലിക്കും. 1 മണിക്കൂർ വിശുദ്ധി, 1 മണിക്കൂർ ഞാൻ വിശുദ്ധി പാലിക്കും. കാര്യം ദൈവം കാലം നിശ്ചയിച്ചപ്പോൾ കാലത്തിന് ഘട്ടം നിശ്ചയിച്ചിട്ടില്ലേ? അപ്പം പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈശോനോട് പറയണം. എന്നാ പറയേണ്ടത്? ഈശോയെ, 1 മണിക്കൂർ ഞാൻ എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വിശുദ്ധി പാലിക്കാൻ വേണ്ടി
ഞാനൊരു തീരുമാനമെടുത്തിരിക്കണത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്, നിന്നോടുള്ള സ്നേഹത്താലാണ്, നിന്നോടുള്ള വിശ്വാസത്താലാണ് എന്ന് പറയണം. കാര്യം നമ്മുടെ വിശുദ്ധിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹവുമായിട്ടാണ്. ദൈവത്തോട് സ്നേഹമായിട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമല്ലേ. ഈ നമ്മളെല്ലാം ഭോഗികളല്ലേ. ഭോഗികൾ എഞ്ചിനോട് കടുപ്പിച്ചില്ലെങ്കിൽ റെയിൽപാത തന്നെ കിടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വിശുദ്ധിക്കെല്ലാം എഞ്ചിനോട് കടുപ്പിക്കണം. എന്താണ്? കർത്താവിൻ്റെ കരുണയോടും സ്നേഹത്തോടും നമ്മൾ കടുപ്പിക്കണം. എന്ത് ചെയ്താലും എൻ്റെ മക്കൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നീയുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ വരും, വ്യക്തിബന്ധം. കാര്യം നിങ്ങൾക്കറിയാവോ വൈ വി ലവ് ബൈബിൾ? എന്തുകൊണ്ടാണ് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് വേഡ്സ്. അതുകൊണ്ടാണ്. അല്ല ബൈബിള് വലിയ കാര്യമായത് കൊണ്ടല്ല. ബൈബിൾ ദൈവത്തെക്കാൾ വലുതൊന്നുമല്ല ബൈബിള്. ആണോ? ഇപ്പം എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ? എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ? അല്ല. ചില ആൾക്കാരങ്ങനെ ധരിക്കുന്നുണ്ട് ബൈബിൾ ദൈവത്തെക്കാൾ വലുതാണെന്ന്. ഇല്ല, ബൈബിൾ ദൈവത്തിൻ്റെ വാക്കാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിനേക്കാൾ വലുതല്ലല്ലോ. ആണോ? അല്ല, ദൈവമാണ് വലുത്. അല്ലേ? വൈ വി ലവ് ബൈബിൾ? എന്തുകൊണ്ട് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നു? അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ്. ഈ വാക്കിലാണ് ദൈവത്തിൻ്റെ മനസ്സിരിക്കണത്, നമ്മുടെ വാക്കിലല്ലേ. ഇപ്പം പെണ്ണും ചെറുക്കനെയൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ മനസ്സ് ചോദ്യത്തിന് മുമ്പ് പെണ്ണിൻ്റെ മനസ്സ് അമ്മ ചോദിക്കത്തില്ല, എന്നാടി എങ്ങനെ ഉണ്ടടി? അപ്പം ഇവളൊന്നും മിണ്ടത്തില്ല. അപ്പം അമ്മ ചോദിക്കും, നീ എന്നാ വന്നിട്ടാൽ തുറന്ന് പറ, വേണമെങ്കിൽ വേണമെന്ന് പറ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. അപ്പോൾ ചില പറയും, ഓ മൗനമാണ്, മൗനം സമ്മതമാണെന്ന് പറയാം. അത് കണക്കായിരിക്കും മിക്കവാറും. ഇല്ലേ? പക്ഷെ എന്നാലും ഈ വാക്കെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബൈബിൾ. മനസ്സിലായില്ലേ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന്. ദൈവത്തിൻ്റെ മനസ്സാണ് ബൈബിള്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഒന്ന് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 6:28. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ദൈവഹിതം എവിടെയാണ് ഉള്ളത്? കർത്താവിൻ്റെ മനസ്സെവിടെയാണ് വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ. ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞ്, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് യോഹന്നാൻ 6:29. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം ആരിലാണ്? നമ്മൾ വിശ്വസിക്കണത് ബൈബിൾ പോലും വിശ്വസിക്കാൻ കാരണം കർത്താവിൻ്റെ ദൈവഹിതം ഇതിലൂടെ വെളിപ്പെടുന്നത് കൊണ്ടാണ്. ദൈവഹിതം ആരാ? ഈശോയാ. മനസ്സിലായില്ലേ? അപ്പോഴേ ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ഒന്ന് പറഞ്ഞേ, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക.
അപ്പോൾ വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വ്യക്തിയിൽ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? ഇപ്പം നിങ്ങളുടെ അപ്പനിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ അമ്മയിൽ വിശ്വസിക്കുന്നു, അല്ലേ? അതുപോലെയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അപ്പനായാലും അമ്മയായാലും അവരെല്ലാം ശരീരത്തിലായിരിക്കുന്നിടത്തോളം സമയം ശരീരത്തിൻ്റെ കാലാവസ്ഥകൾ. കഴിഞ്ഞ ദിവസം ഒരു രോഗിയായ ഒരു സഹോദരൻ രോഗമുണ്ടായി സുഖപ്പെട്ടു. പിന്നീട് ഇപ്പോഴദ്ദേഹത്തിന് വേറെ ചില രോഗങ്ങൾ വന്നു. അപ്പോഴദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുകയും മനസ്സ് തളർന്നു പോകുന്ന അച്ഛാ എന്ന് പറയും. മനസ്സ് തളർന്നു പോകുന്നു. അതായത് മനസ്സ് തളർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തളർന്നത് എന്താണ്? ശരീരമാണ് തളർന്നത്. ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾ വന്നപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രോഗികളെ പ്രത്യേകമായി കരുതുന്നതിൻ്റെ കാര്യം അതാണ് ശരിക്കും. അപ്പം മനസ്സ് തളരണത് എന്താണ് കാരണം? അതിന് മുമ്പ് ശരീരം തളരുന്ന. അപ്പോൾ നമ്മുടെ അപ്പനാണെന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് പറഞ്ഞാലും എപ്പോഴും അവരുടെ ശരീരം ഒരേ രീതിയിലിരിക്കുമോ? ഇല്ലേ? അപ്പം അവർക്ക് രോഗങ്ങളും ക്ഷീണങ്ങളൊക്കെ വന്ന് അവരുടെ ശരീരമൊക്കെ തളർന്നു കഴിയുമ്പോൾ നമ്മുടെ ചില പറയല്ലേ, അപ്പനല്ല ഇരിക്കണത്, അപ്പൻ്റെ ഒരു ഓർമ്മയാണെന്ന്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പനല്ല ഇരിക്കണത്, അപ്പൻ്റെ ഒരു ഓർമ്മയാണ്. പണ്ട് അപ്പനായിരുന്നു, ഇപ്പോഴ് അപ്പൻ്റെ ആ പഴയ സ്വഭാവവും ശീലമൊക്കെ പതുക്കെ അങ്ങ് മാറുകയാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു മാറ്റം ദൈവത്തിനുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യുക്കാറില്ലേ? നിനക്കും എനിക്കും വിശ്വസിക്കാം. എൻ്റെ അപ്പൻ്റെ സ്വഭാവങ്ങൾക്കും അമ്മയുടെ സ്വഭാവങ്ങൾക്കും മാറ്റമുണ്ടായാലും കർത്താവിന് മാറ്റമുണ്ടാകത്തില്ല. അതാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വാക്കിലെല്ലാം നമ്മൾ വിശ്വസിക്കണത്. കർത്താവ് പറഞ്ഞ വാക്കുകളില്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അന്ത്യം എന്നാണ് പറയണത്. ഒരു മനുഷ്യനും നമ്മളുടെ കൂടെ അന്ത്യം വരെ ഉണ്ടാവത്തില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇരുന്ന് ഓർക്കുകയെ, അതായത് ഈശോ അങ്ങനെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ പ്രശ്നം എന്താണെന്ന് ദൈവത്തിന് അറിയാം. കൂട്ടില്ലാത്തതാണ് പ്രശ്നം വന്ന്. കർത്താവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞ് കൂട്ടില്ലാത്തൊരു പ്രശ്നമാണ്. ഏതായാലും ഇവിടെ ഉള്ളപ്പോൾ ഞാനൊരു കൂട്ട് തരാം. അതാണ് ചേർന്ന് ഇണയെന്നും പറഞ്ഞുകൊണ്ട് പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും പങ്കാളിയായി നൽകിയത്. പക്ഷെ അങ്ങനെ നൽകിയാൽ പോലും അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള എല്ലാ വിഷയങ്ങൾക്കും അവന് കൂട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഇണയും തുണയുമായി തന്ന ആൾക്കാർക്ക് പോലും ചില സമയത്ത് നിൻ്റെ ഇണയോ തുണയോ ഒക്കെ നിന്നെ സന്ധിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും നീ ഏകാഗിയായി മാറുകയും ചെയ്താലും ഐ വിൽ ബി വിത്ത് യു, അന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ച് കർത്താൻ സല്ലിയ യേശുസ്തോത്രം. ധർമാവ് 2 വചനങ്ങളെ ഒരുമിച്ച് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ബൈബിൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന്. അതാണ് 32 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ചിലപ്പോൾ അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് വരും ചിലപ്പോൾ, അല്ലേ? ആരുമില്ലെന്ന് തോന്നുന്ന സമയത്താണല്ല മനുഷ്യൻ എന്നാത്തെ ജീവിക്കാനാണെന്ന് തോന്നത്തില്ലേ, അല്ലേ? അതാണ് ദൈവം ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഈ വചനത്തെ പരിശുദ്ധാത്മാവ് ഇപ്പോഴെന്നാ ചെയ്യണത്? കർത്താവിൻ്റെ അവസാന വചനവുമായിട്ട് ലിങ്ക് ചെയ്യണം.
കർത്താവിൻ്റെ അവസാന വചനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. 28:20. മത്തായിയുടെ സുവിശേഷം 28:20. എന്താണ്? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്താ കാരണം? മനുഷ്യൻ ഏകനായിരിക്കണത് നല്ലതല്ല. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴെന്നാ പറഞ്ഞത്? മനുഷ്യൻ ഏകനായിരിക്കണത് നല്ലതല്ല. അതിന് ശാശ്വതമായ പരിഹാരമാണ് കർത്താവ് പറയണത്. എന്താണ്? അതുകൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ. അപ്പം നമ്മൾ ഉൽപ്പത്തി 2:18 മത്തായി 28:20 കൂടിയാണ് ലിങ്ക് ചെയ്യണത്. എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കണത് നല്ലതല്ല. അതുകൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ നിനക്ക് ചേർന്ന ഈണ ആരാണത്? മനുഷ്യനല്ല, ദൈവം. കൈ അടിച്ച് കർത്താൻ ദൈവത്തിനെ വ്യക്തിപരമായാണ് സ്നേഹിക്കേണ്ടതെന്നല്ല അച്ഛൻ പറഞ്ഞത്, അല്ലേ? ദൈവത്തെ വ്യക്തിപരമായാണ് സ്നേഹിക്കേണ്ടത്, വ്യക്തിപരമായാണ് വിശ്വസിക്കേണ്ടത്, വ്യക്തിപരമായാണ് പ്രത്യാശിക്കേണ്ടത്. നീതി ഗോപാലകൃഷ്ണൻ എന്നാ പറഞ്ഞത്? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യാശ ഇല്ല. അടിക്കടി ഉണ്ടായിട്ടുള്ള ട്രാജഡിയാണ് എൻ്റെ പ്രത്യാശയെ എടുത്ത് കളഞ്ഞത്. അപ്പം അടിക്കടി ട്രാജഡി ഉണ്ടായാലും ഈ ട്രാജഡിയിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന് നിന്നെ കരകയറ്റാൻ എനിക്ക് കഴിയും എന്നൊരു സ്ത്രീയോട് കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ കുടുംബത്തിലൊരു ട്രാജഡി ഉണ്ടായി, ദാറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിൻ്റെ കുടുംബത്തിലൊരു ട്രാജഡി ഉണ്ടായി, പക്ഷേ ഈ ട്രാജഡിയിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന് നിന്നെ കരയേറ്റാൻ എനിക്ക് കഴിയും. നീ എന്നിൽ വിശ്വസിക്കുന്നു. ആരുടെ ചോദിച്ചാണത്? ആരുടെ ചോദിച്ചാൽ? മറിയത്തോട്, മാർത്തായോടോ. എന്നാ ചോദിച്ചത്? കുടുംബത്തിൻ്റെ ആണും തൂണും തുണയുമായിരുന്ന ലാസർ മരിച്ചുപോയി, അവൻ ചീഞ്ഞു പോയി. അവൻ്റെ കുഴിമാടത്ത് നിന്നുകൊണ്ടാണ് പറയണത്, നിനക്കിപ്പോൾ പ്രതീക്ഷ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. അപ്പം അതല്ല നീതി പറഞ്ഞത്. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എൻ്റെ ട്രാജഡി, എൻ്റെ ജീവിതത്തിലെ ട്രാജഡി കാരണം എനിക്ക് പ്രതീക്ഷയില്ല. ട്രാജഡി ആയാലും നിനക്ക് കർത്താവിൽ പ്രതീക്ഷിക്കാം. അതാണ് യോഹന്നാൻ 11:26. എന്താ പറയണത്? കർത്താവ് 11:25 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോഴേ മാർത്ത പറയണത് അവളുടെ പ്രതീക്ഷയാണ്. കർത്താവേ, നീയാണ് എൻ്റെ പ്രതീക്ഷ. ട്രാജഡി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നീയാണ് എൻ്റെ പ്രതീക്ഷ. എന്താണ്? ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണ് നീയെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയും. അപ്പം ഈശോ വിശ്വാസം മാത്രമല്ല, ഈശോ എന്താണ്? പ്രതീക്ഷ കൂടിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്ത് ദുരന്തം ജീവിതത്തിലുണ്ടായാലും മാർത്തായെ പോലെ നിന്നിൽ പ്രത്യാശിക്കുവാൻ, നിന്നിൽ പ്രതീക്ഷിക്കുവാൻ എന്നെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ എന്താ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോ ഒരു വ്യക്തിയാണ്, അല്ലേ? ഈ വ്യക്തിയെ ഈ വ്യക്തി നമ്മുടെ കൂടെയാകണം. എപ്പോഴാണ്? ഈശോ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈശോ ഒരു വ്യക്തിയാണ്. രണ്ടാമത് എന്താ പറയണത്? വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന ഒരു ഇണ പോലെയാണ് നമ്മുടെ കൂടെ അന്ത്യം വരെ. ഭാര്യയായാലും ഭർത്താവായാലും അന്ത്യം വരെ ഇല്ല, ദൈവം മാത്രമേ അന്ത്യം വരെ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണത്, ബന്ധത്തിലാകണത്? 1 വിശ്വാസം വഴി, 2 പ്രത്യാശ വഴി, 3 സ്നേഹം വഴി. ഇത് 3 കർത്താവ് ചോദിച്ചതാ, ഇല്ലേ?
ഈ കർത്താവാകുന്ന വ്യക്തിയിലേക്ക് നമ്മളെ ഘടിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് 3 ചോദ്യങ്ങൾ ചോദിച്ചു. നീ എന്നെ വിശ്വസിക്കുന്നുവോ? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ എപ്പോഴാ? മത്തായിയുടെ സുവിശേഷം 16:13 ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്, ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹ. അപ്പോഴെന്താണ്? വിശ്വാസമാണ്. നമ്മുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, ഡു യു ബിലീവ് ഇൻ സൺ ഓഫ് ഗോഡ്? ദൈവപുത്രനെ നീ അങ്ങനെ എന്നെ കർത്താവ് ചോദിച്ചത്. അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9:35 യോഹന്നാൻ 9:35 അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയപ്പോൾ കണ്ണിലെ ചേറ് പുരട്ടി സുലോഹ കുളത്തിൽ കഴുകാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടിട്ട് അവൻ കഴുകി കാഴ്ച ഉള്ളവനായി തിരിച്ചു വന്നപ്പോഴേ ആരാണ് തന്നെ സുഖപ്പെടുത്തിയെന്നവന് മനസ്സിലായില്ല. ദേവാലയത്തിൻ്റെ ഏതോ ഒരു മണ്ഡപത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഡു യു ബിലീവ് ഇൻ സൺ ഓഫ് മാൻ? നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? യോഹന്നാൻ 9:35 നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചത്, അല്ല ഒരു തത്വസംഹിതയിൽ വിശ്വസിക്കുന്നുവോ എന്നല്ല ചോദിച്ചത്. ക്രിസ്ത്യാനിറ്റി ഒരു തത്വസംഹിതയല്ല, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ് ക്രിസ്ത്യാനിറ്റി. ദൈവത്തെ നീ അനുഭവിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുമായിട്ടാണ് നീ കൺഫ്രണ്ട് ചെയ്യണത്. അതെങ്ങനെ? നിൻ്റെ വിശ്വാസം കൊണ്ട്. അതെങ്ങനെ? നിൻ്റെ പ്രത്യാശ കൊണ്ട്. അതെങ്ങനെ? നിൻ്റെ സ്നേഹം കൊണ്ട്. അതുതന്നെയാണ് എല്ലാ പത്രോസോട് ചോദിക്കുന്നത്. യോഹന്നായുടെ പുത്രനായ ശിമയോനെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21:16 യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി. അതാണ് സംഭവം. അപ്പോൾ സ്നേഹമെന്ന് പറഞ്ഞാലും വിശ്വാസമെന്ന് പറഞ്ഞാലും അധികം ഉണ്ട്, സ്റ്റെപ്പുകളുണ്ട്, ഇല്ലേ? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്നേഹത്തിന് ഒരു ഗ്രേഡേ ഉള്ളൂ, ഒരു സ്റ്റെപ്പേ ഉള്ളെന്ന്. അങ്ങനെയല്ല, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ എത്രയോ ആൾക്കാരെ കൊണ്ടുവന്നാലും കർത്താവ് ചോദിക്കുന്നു, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിൻ്റെ മകനെ കൊണ്ടുവന്നാൽ നിൻ്റെ മകനെ കൊണ്ടുവന്ന് നീ മകനും കൂടി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് ചോദിക്കും, നിൻ്റെ മകൻ്റെ പേര് സജി, അവനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്നാൽ നിൻ്റെ ഭർത്താവിൻ്റെ പേര് മാത്യുവിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോഴാണ് പ്രശ്നം. നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയ നമ്മുടെ പ്രത്യാശയെ വിലയിരുത്തുന്നത് മറ്റുള്ളവരുടെ പ്രത്യാശയിൽ നിന്ന്. അപ്പോൾ ഈ കാര്യത്തിനൊരു കോമ്പറ്റീഷൻ ആവശ്യമാണ്. മത്സരം ആരോഗ്യപരമല്ലെന്ന് ബൈബിൾ പറയും. പരസ്പരം മത്സരിക്കുന്നവരെ വിഡ്ഢികളാണെന്ന് ഫിലിപ്പിയർ 2:3 പറയും. പരസ്പരം മത്സരിക്കുന്നവർ വിഡ്ഢികളാണെന്ന്. പക്ഷേ താരതമ്യപ്പെടുത്തുന്ന വിഡ്ഢിയാണെന്നാണ് പറയണത്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള പ്രത്യാശയിൽ യു ക്യാൻ ഹാവ് കമ്പാരിസൺ. അങ്ങനെയാണ് നമ്മൾ വളരണത്. ഓരോ ദിവസവും ഓരോ വിഷയം വരുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം, എൻ്റെ വിശ്വാസം ഇന്ന വ്യക്തികളുടെ വിശ്വാസത്തെക്കാൾ വലുതായിരിക്കണം. ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ യോഗ്യത നേടാൻ വേണ്ടിയാണ്. കാര്യം വിശ്വാസം എപ്പോഴും ഡൈനാമിക്സാണ്, വളരണം. അല്ല, നിനക്ക് കുർബാനയേക്കാൾ പാടുന്ന കാലത്തുണ്ടായ വിശ്വാസമാണ് നിനക്കിപ്പോഴും ഉള്ളത്. നിനക്ക് വയസ്സ് 57 ഉണ്ട്, പക്ഷേ 7 വയസ്സുള്ള കാലത്തുണ്ടായിരുന്ന വിശ്വാസം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതാണ് ഉണ്ടപ്പക്കുറു എന്ന് പറഞ്ഞിരിക്കണം. വിശ്വാസകാര്യത്തിൽ ഉണ്ടപ്പക്കുറു ആയി പോയില്ലേ? ഇല്ലേ? സിനിമയിൽ ഉണ്ടപ്പക്കുറു ഇല്ലേ? അയാൾക്ക് 40-47 വയസ്സുണ്ട്, കണ്ടാൽ 8 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ സംഭവിച്ചു. ജീവിതത്തിൽ നമുക്ക് 56 വയസ്സുണ്ട്, പക്ഷേ വിശ്വാസം പണ്ടത്തെ കുർബാനകൾ പാടുന്ന കാലത്ത് പഠിച്ച കാര്യമേ ഉള്ളൂ, അത്രയും വിശ്വാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ദൈവം ഓരോ വിഷയം തന്നത്, ഇല്ലേ? ഓരോ വിഷയം തരികയാണ്. ഓരോ വിഷയം തന്നിച്ച് നമ്മൾ ചോദിക്കും, എന്താ ചോദിക്കണത്? ഞാൻ ആരാണെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി, ബേബി ചേച്ചി, ട്രിച്ച് കൊടുത്ത
ബേബി ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞില്ല അവസാനം. എന്നാ പറഞ്ഞത്? അവിടെ തലേന്നിങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി, നട്ടല് വഴി വരുന്നതാണതേ. തലയെ കെട്ടിക്കിടന്നിട്ട് ആ വെള്ളം അകത്ത് വേണ്ട വെള്ളമാണ്, അല്ലാതെ വേണ്ടാത്ത വെള്ളമല്ല, ബോഡിക്ക് ആവശ്യമുള്ള വെള്ളമാണത്. എന്നിട്ട് അത് വെറുതെ ലീക്ക് ചെയ്ത് ഒലിച്ച് പുറത്തേക്ക് പോകും. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ശരിയായില്ല, പിന്നെ അത് തന്നെ വന്നു. ഇപ്പം എന്നാ ചെയ്തിരിക്കണത്? അവർ ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം എടുത്ത് തലയിൽ തേച്ചു. ഉടമ്പടി തൈലം എന്നാ തൈലമാ? കർത്താവുമായി നമ്മൾ ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ്. അല്ലാതെ അത് വെളിച്ചെണ്ണയും ഒലിവെണ്ണയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കി കളയരുത് അതിനെ. ആ എണ്ണ ഇങ്ങെടുത്താ, ആ തൈലം ഇങ്ങെടുത്താന്നല്ലേ പറയണത്. അവരെന്നാ പത്രം ചുമന്നുകൊണ്ടിരുന്നെന്ന്, പത്രം തലയെ വെച്ച് കെട്ടിയെന്ന്. ഇപ്പം ചില ആൾക്കാർക്ക് പത്രം വെച്ച് കെട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇതെന്നാ പുരാതന കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണോ? അല്ല, അവർ തലയെ വെച്ചത് എന്നാ? ഉടമ്പടി പത്രമാണ്. എന്നാ തലയെ വെച്ചത്? കൃപാസന പത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി പത്രമാണ്. നീയും ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നിനക്ക് പത്രം കിട്ടണത്. 25 പത്രമാണ്, 50 പത്രമാണ് നീ കിട്ടണത്. നീയും കർത്താവുമായി ചെയ്ത ഉടമ്പടി എന്താണ്? കർത്താവേ, നിന്നെ വിശ്വസിച്ച് കൊള്ളാം, നിന്നെ സഹിച്ചു കൊള്ളാം, നിന്നെ പ്രത്യാശിച്ചു കൊള്ളാം, നിന്നെ അറിയാത്തവരെ എൻ്റെ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും ഞാൻ അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ദൈവവുമായി ചെയ്ത ഉടമ്പടിയാണ് നിൻ്റെ കയ്യിരിക്കുന്ന പത്രം. അതാണ് ആ പത്രത്തിൻ്റെ പവറെന്ന് പറയുന്ന ആൾക്കാരെ. കാര്യം അറിയാൻ പാലാത്തവരെ നമ്മൾ വിമർശിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് പ്രത്യേക വെളിച്ചം കൊടുക്കാത്തവർക്കെല്ലാം ഇതെപ്പോഴും കീറാമുട്ടിയാവും. പക്ഷെ നമുക്ക് കീറാമുട്ടിയല്ല. എന്നാ കാര്യം? നമുക്ക് ഉടമ്പടിയാണത്. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു പത്രം. അത് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയുള്ളതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയുള്ളതുമാണ് കയ്യിരിക്കുന്നത്. ആ തലയെ വെച്ചെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാവോ, ആ വിശ്വാസം ചുമ്മാ ഇങ്ങനെ കയറി പറഞ്ഞൊന്നുമല്ല, കാശ് മുടക്കി പറഞ്ഞിരിക്കുക. ചേച്ചി ആദ്യം മുറി വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ചെയ്തത് 1 പവൻ്റെ മാലയാണ് ഇങ്ങോട്ട് തന്നത്, ബില്ലുൾപ്പെടെ. അച്ഛൻ്റെ കയ്യിരിക്കണ മാല എന്നോട് പറഞ്ഞു ഒരു മനുഷ്യരോട് പറയരുതെന്ന്, ബില്ലുൾപ്പെടെ തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അവരാ പറഞ്ഞ കാര്യം മുഴുവനും അവർ വിശ്വസിക്കുന്നു. അല്ലാതെ ഭംഗി വാക്കിന് കയറി പറയണമല്ല. അത് അവിടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്ത്. കാര്യം ഒരു ജലദോഷം വന്നാൽ തന്നെ 2 ദിവസം 3 ദിവസം ഇങ്ങനെ മൂക്കൊലിപ്പുണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇത് ജലദോഷമൊന്നുമല്ല, തലച്ചോറിലെ വെള്ളമാണ് മുക്കിക്കൂടി പോരണത്. അതിങ്ങനെ പോന്നിട്ട് ഇങ്ങനെ വെള്ളം പോലെ ധാരാളമായിട്ട് വന്ന് ഒരു പണിയും നടക്കാത്ത അവസ്ഥയായി. കർത്താവ് ഈ സംഭവം ഇങ്ങനെ തൊട്ട് അറസ്റ്റ് ചെയ്ത് കളഞ്ഞ്. ഉടമ്പടിയുടെ പവർ അതാ. ഉടമ്പടിക്ക് നമുക്ക് തന്നിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ കൈകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് തൈലമായാലും പത്രമായാലും തിരിയായാലും കാശുരൂപമായാലും. അവർ കാശുരൂപം പ്രാർത്ഥിച്ച് നെഞ്ചിലിട്ടോ. അത് അവരതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവരെന്തുമാത്രം നേരത്തെ നരകിച്ച് അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇതെല്ലാം ദൈവത്തോടുള്ള വിശ്വാസമാണ് ശരിക്കും. എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വെളിവോടുകൂടി ഇത്രയും കൃത്യമായി ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഞാനും നിങ്ങളോട് തീരുമാനം എടുക്കണം. എന്താണ്? ഇന്നലത്തെ നാളെ ഞാനായിരിക്കത്തില്ല, നാളത്തെ ഞാൻ. ഇന്നലത്തെ എൻ്റെ വിശ്വാസത്തേക്കാൾ ഇന്നെനിക്ക് വിശ്വാസം ഞാൻ വളരും. ഇന്നലത്തെ പ്രത്യാശയേക്കാൾ ഇന്ന് ഞാൻ പ്രത്യാശ വളരും. ഇന്നത്തെ ദൈവസ്നേഹത്തേക്കാൾ. കാര്യമെന്താണ്? എൻ്റെ കർത്താവ് തന്നെ 3 വട്ടം ചോദിച്ചു, നീ എന്നെ വിശ്വസിക്കുന്നുവോ, നീ എന്നെ പ്രത്യാശിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നു? കർത്താവ് ചോദിച്ചതല്ലേ. ആകപ്പാടെ അറിയാവുന്നത് യോനായുടെ പുത്രനെ ശമയോനെ, നീ എവരെക്കാൾ അധികമായി എന്നെ പക്ഷേ വിശ്വസിക്കുന്നുവെന്നും കർത്താവ് ചോദിച്ചു, പ്രത്യാശിക്കുന്നുവെന്നും കർത്താവ് ചോദിച്ചു. 11:26 നീ എന്നെ നിൻ്റെ ലാസർ മരിച്ചു, നിൻ്റെ ആങ്ങള മരിച്ചു, ചീഞ്ഞു, പുഴുവായി, 3 ദിവസം കഴിഞ്ഞു. സ്റ്റിൽ ആർ യു ഹോപ്പ് ഇൻ മീ? ഇപ്പോഴും നീ എന്നിൽ പ്രത്യാശിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ യെസ് മൈ ലോർഡ് എന്നാണ് അവൾ പറയണത്. ഉപകർത്താവേ, ദൈവവൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ദുർഘടങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ഡു യു ബിലീവ്? ഡു യു ലവ്? ഡു യു ഹോപ്പ് മോർ ദാൻ അതേഴ്സ്? കൈയടിച്ച് കർത്താണ് ചൊല്ലിയിരിക്കുക. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തോടെ എഴുന്നേൽക്കുക. സുവിശേഷ വചനത്തിൻ്റെ രഹസ്യങ്ങൾ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു.
കർത്താവാണ് എന്നോടും സംസാരിച്ചത്. ആ കർത്താവ് വാക്ക് പാലിക്കും. ജോലി സ്ഥലത്തായാലും, കോടതിയിലായാലും, വീട്ടിലായാലും, ഓഫീസിലായാലും, സ്കൂളിലായാലും, നിൻ്റെ കർമ്മമണ്ഡലങ്ങളിലും പ്രവൃത്തി രംഗങ്ങളിലുമെല്ലാം കർത്താവ് നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവെ, ഇന്ന് ആരാധന അവസാനിക്കുമ്പോൾ ഇവിടെ വരെ എത്തിപ്പെടുവാനും അങ്ങയുടെ വചനങ്ങളിലും ചെവിക്കൊടുക്കുവാനും അങ്ങേക്ക് ഞങ്ങളോട് സംസാരിക്കുവാനും കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ഒക്കെ മക്കളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രോഗികളുണ്ട്, രോഗങ്ങൾ കൊണ്ട് മനസ്സ് തകർന്നു പോയവരും പൊടിഞ്ഞു പോയവരുണ്ട്. കർത്താവെ, പലതരത്തിൽ രോഗങ്ങൾ ബാധിച്ചവരെ പ്രാർത്ഥിക്കാൻ പോലും കർത്താവ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വലിയ വലിയ സാക്ഷ്യങ്ങൾ നീ തന്നു. ആ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങളുടെ കൂടെ വിട്ടുപിരിയാതെ നിൽക്കുന്ന സ്വർഗീയ ഇണയാണെന്ന് കർത്താവെ വചനത്തിൽ വെളിപ്പെടുത്തി. കർത്താവെ, ഉദര രോഗമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ, ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവെ, ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ, ഈശോ കുടൽ രോഗികളെ കർത്താവെ, അൾസർ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. ആ കർത്താവ്, എൻ്റെ കൂടെ പ്രാർത്ഥന കൂടുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിലെ, രാജ്യങ്ങളിലെ, ജില്ലകളിലെ, സംസ്ഥാനങ്ങളിലെ, സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കർത്താവ് പ്രാർത്ഥന കൂടുന്ന ഓരോ വ്യക്തികളെ എപ്പോഴും കർത്താവ് ഇത് തുറക്കുന്ന സമയത്ത് കർത്താവ്, യൂട്യൂബിലൂടെ ആരാധന കൂടുന്നവരെ, ഫേസ്ബുക്കിലൂടെ ആരാധന കൂടുന്നവരെ കർത്താവ് അവരെ സ്പർശിക്കണ കർത്താവ്, നടുവല്ലിക്കാരെ സ്പർശിക്കണ കർത്താവ്, രോഗികളെ, രോഗികളെ സ്പർശിക്കണ കർത്താവ്, എയ്ഡ്സ് രോഗികൾ കർത്താവ്, ക്യാൻസർ രോഗികൾ കർത്താവ്, അസ്ഥി രോഗികൾ, ത്വക്ക് രോഗികൾ, വിസർപ്പ് രോഗികൾ, സോറിയാസിസ് രോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. ഈശോ ഈശോ പിസ്റ്റുല രോഗികളെ സ്പർശിക്കണമേ. ഈശോ ഉദര രോഗികളെ സ്പർശിക്കണമേ, കരരോഗികളെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ശത്രുക്കളുടെ ഉദര രോഗികൾ, ഗർഭാശയ രോഗികൾ, സിസ്റ്റുള്ളവർ, ആൽസസ് രോഗികൾ, പിസ്റ്റുലകൾ, പീശോയി രോഗികൾ, പിരിച്ച് കളട്ടില്ലാത്തവർ, അസ്ഥി രോഗികൾ, വാത്ത രോഗികൾ, കണ്ണ് കാണാത്തവർ, കാഴ്ച കുറവുള്ളവർ, ചെവി കേൾക്കാത്തവർ, ചെവി കേൾവി കുറവുള്ളവർ, അസ്ഥി രോഗികൾ, തലവേദനക്കാർ, സ്ഫോടന രോഗമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, മാരക രോഗികൾ, തിരോവേറ്റുകൾ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, തളർവാദ രോഗം സുഖപ്പെടുത്തുന്ന ദൈവമേ, മാരക രോഗങ്ങൾ സുഖപ്പെടുത്തി നന്ദി പറയുന്നു. യേശുവേ, ആരാധന. കൈയടിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. കർത്താവേ, സാമ്പത്തികമായ തകർച്ചയുള്ളവരെ, എന്ത് ചെയ്യണമെന്ന് പോലും ഒരെത്തും പിടിയുമില്ലാതെ നട്ടം തിരിയുന്നവരെ, ഉറക്കമില്ലാത്തവരെ, ഹൃദയഭാരത വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവേ വേദന അനുഭവിക്കുന്നവരെ, ഈശോ അവർക്കൊരു വഴിയില്ലാതെ വേദനിക്കുന്നവരെ കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവ്, അത്ഭുതകരമായ സമുദ്രത്തിൽ കർത്താവ് വഴിവെട്ടുന്ന ദൈവമേ, വിവാഹ തടസ്സമുള്ളവര്, മക്കൾ ഇല്ലാത്തവര്, വസ്തു വിൽക്കാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ജോലി തടസ്സമുള്ളവര്, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിയിട്ട് കർത്താവ് പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവര്, ഈശോ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭൗതിക മണ്ഡലങ്ങളിലെ വേദന അനുഭവിക്കുന്നവര്, ഈശോ വ്യക്തിപരമായ വിഷമം അനുഭവിക്കുന്നവര്, വിഷമം അനുഭവിച്ച് മനസ്സ് ഇടിഞ്ഞു പോയവര്, പ്രാർത്ഥിക്കാൻ പോലെ കൈയും കായും പൊങ്ങാത്തവര്, നാക്ക് പൊങ്ങാത്തവര്, പ്രത്യാശ നഷ്ടപ്പെട്ടവര്, ഇരുട്ടിലകപ്പെട്ടവര്, മാരക രോഗികള്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴി സത്യവും ജീവനുമായ ദൈവമേ, മധ്യായ എലിസബത്തിന് സദാന ഭംഗി കൊടുത്ത ദൈവമേ, ജീവിത വഴികൾ തുറന്നു കൊടുക്കണമേ, തൊഴിൽ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ, പ്രധാന ലക്ഷ്യം കൊടുക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി ആത്മാവ് പ്രവഹിക്കുകയാ. ശക്തി
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേർച്ച വസ്തുക്കൾ എടുക്കുക. ഉടമ്പടി നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നത് കുർബാന ചൊല്ലിയാണ് 12 തവണ ആശീർവദിക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാർ വിൽക്കണ വിൽപ്പന ചരക്കുകളൊന്നും നേർച്ച വസ്തുക്കളും അല്ല, കൃപാസനമായിട്ട് ഒരു ബന്ധമില്ല. അത് നിങ്ങൾ അവരുമായിട്ട് കണ്ടാൽ മതി. കൃപാസനത്തിൻ്റെതാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് വെഞ്ചരിച്ചത് ഗേറ്റിൻ്റെ അകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ നേർച്ച വസ്തു ഉയർത്തി പിടിച്ചേ. വിശ്വാസപ്രമാണം ചൊല്ലിക്കേ. Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. The fire pink has soft with the precious. Lord Jesus Christ, pour out His Spirit. The fire pink has soft with the precious. The devices for devices, Satan Satan, whispered unto her, let me bless him, bring health and peace and comfort. And today the Catholic Church with the power of Jesus Christ, with the mercy of the Holy Priest, bless us with this. നേർച്ച വസ്തുക്കൾ എടുത്ത് ഉയർത്തിപ്പിടിക്കുക. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. കരങ്ങൾ ഉയർത്തി. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗാതുരമായ അവസ്ഥയിൽ കഴിയുന്നവര്, രോഗികൾ ആശുപത്രിയിൽ കഴിയുന്നവര്, കുടുംബത്തിൽ കഴിയുന്നവരെ, ഇപ്പോൾ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ, അവരുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. മാരക രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. തീരാവ്യാധികൾ സുഖപ്പെടുത്തണമേ. സാധാരണ ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരെ, ഭവനരഹിതവരെ, പരീക്ഷകളിൽ എഴുതാൻ ആഗ്രഹിക്കുന്നവരെ, വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.